നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതിയുടെയും കല്ലൂർ RCCയുടെയും സംയുക്ത നേതൃത്വത്തിൽ സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടന്നു. കല്ലൂർ റീജിയണൽ ക്യാൻസർ സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതിയുടെയും കല്ലൂർ RCCയുടെയും സംയുക്ത നേതൃത്വത്തിൽ സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടന്നു. കല്ലൂർ റീജിയണൽ ക്യാൻസർ സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് നേതൃത്വം നൽകി. പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് വായിലും തൊണ്ടയിലെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ലങ്സിലെ ക്യാൻസർ, ഇതെല്ലാം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പുകയില ജനിതകമാണ്. അതും ഇന്ന് ഇവിടെ കണ്ടുപിടിക്കാം. ലങ് ക്യാൻസർ അല്ല, പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. വായിലും തൊണ്ടയിലും ക്യാൻസറിനുള്ള ക്ലിനിക്കൽ പരിശോധന ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെയെല്ലാം പ്രയോജനം ഇന്ന് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. എല്ലാം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളോട് ചോദിക്കാം. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കുവാൻ വേണ്ടിയുള്ള ഇത്തരം മുൻകരുതലുകൾ ആണ് ചെയ്യേണ്ടത് എന്നും ഇത്തരത്തിൽ ഒരു ക്യാൻസർ നിർണയ ക്യാമ്പ് ഒരു ക്ഷേത്ര ഭരണസമിതി നടത്തുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങൾക്ക് ആരാധനാലയങ്ങൾക്കും ഒരു മാതൃകയായിരിക്കണം എന്നും ഡോക്ടർ ലത പറഞ്ഞു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷനായി. RCCയുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകൾ ഇവിടെ വളരെ ചുരുക്കമായിട്ടുണ്ട്. ഈ പ്രദേശങ്ങളും അതുപോലെ വന്നിട്ടില്ല. തന്നെയല്ല, ഈ ക്ഷേത്രം ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് അതും ഒരു മാതൃകാപരമായിട്ട് തന്നെയാണ് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാഴ്ചവെക്കണം എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയും ഇതിനകത്തുണ്ട്. അത്തരത്തിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ക്യാമ്പ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചത്. അതിനുവേണ്ടി ആത്മാർത്ഥമായി എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇനി ഉണ്ടാകുകയും വേണം. സെക്രട്ടറി K. രമേശ് സ്വാഗതം ആശംസിച്ചു. ജോയിന്റ് സെക്രട്ടറി C. വേണുഗോപാലകുറുപ്പ്, ക്ഷേമകാര്യ കമ്മിറ്റി കൺവീനർ S. വിഷ്ണു, മെഡിക്കൽ ഓഫീസർ ജസീന, ഹെൽത്ത് ഇൻസ്പെക്ടർ ശരത് ചന്ദ്രൻ, PHN പുഷ്പകുമാരി, JHIV പ്രമോദ്, ജീവനക്കാർ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, ചാരുമൂട്.